Welcome to Arcade Stories. താളം ഭാഗം 2. സേതുവും ചെറിയച്ചനും വന്നില്ലേ? രമേശ് ചോദിച്ചത് കേട്ട് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയവൻ വീണ്ടും തിരിഞ്ഞു നിന്നു. ഇതുവരെ വന്നിട്ടില്ലെന്നേ. ചെറിയമ്മായും കുട്ടനുമൊക്കെ പന്തലിലുണ്ട്. കൃഷ്ണൻകുട്ടിമാരാരുടെയും ശങ്കരൻകുട്ടിമാരാരുടെയും ഇളയ അനിയത്തി ഓമനയെയാണ് ഈ ചെറിയമ്മായി എന്ന് പറയുന്നത്. പുള്ളിക്കാരുടെ ഭർത്താവ് പുഷ്പാങ്കതന്മാരാർ സ്കൂൾ മാഷായിരുന്നു. ഇപ്പോൾ റിട്ടയറായി. എങ്കിലും അളിയന്മാരുടെ കൂടെ ചെണ്ടമേളത്തിന് പോകാറുണ്ട്. അവരുടെ ഒരേ ഒരു മകനാണ് കുട്ടൻ എന്ന് പറഞ്ഞ അർജുനന്മാരാർ. ക്രിസ്റ്റിയേക്കാൾ ഒരു വയസ്സിന് മുമ്പേ ഉള്ളവന്. ജോലിക്ക് പോകാൻ വലിയ താല്പര്യമില്ലെങ്കിലും കൃഷി കാര്യങ്ങൾ നോക്കുന്നതിൽ ആള് സമർത്ഥനാണ്. കൂടാതെ അമ്മാവന്മാരോടൊപ്പം മേളത്തിനും കൂടാറുണ്ട്. ഏട്ടന്റെ ചോദ്യം കേട്ട് വൃശ്ചികയും തല പൊക്കി. ആ, ഞാനും ചോദിക്കാനായി വരികയായിരുന്നു. ത്രിമൂർത്തികളിൽ ബാക്കി രണ്ടെണ്ണത്തിനെ കണ്ടില്ലല്ലോ എന്ന്. അവര് വന്നിട്ട് വേണ്ടേ ചെറുക്കനെ ഒരുക്കുന്ന ഫോട്ടോകളൊക്കെ എടുക്കാൻ? നീ പോയി ചെറിയച്ഛനെ സേതുവിനെ വിളിച്ചോണ്ട് വന്നേ. നമ്മൾ അമ്പലത്തിൽ പോയി വരുമ്പോഴേക്കും പ്രദീപും വീട്ടുകാരെ എത്തിക്കോളും. മുൻവശത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയവൻ രമേശ് പറഞ്ഞത് കേട്ട് ഊണുമുറിയിലുള്ള വാതിൽ കൂടി തെക്കേ മുറ്റത്തേക്ക് ഇറങ്ങി. അതുവഴി മറ്റു 2 വീടുകളിലേക്കും പോകാൻ എളുപ്പമാണ്. അവൻ ചെന്ന് കയറുമ്പോൾ ശങ്കരന്മാരാർ ഒരു വെള്ള ഷർട്ടും മുണ്ടുകൊടുത്ത് ഇറങ്ങാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. ടിപ്പായിട്ടുണ്ടല്ലോ. അവന്റെ കമന്റ് കേട്ട് ശങ്കരന്മാരാർ അവനെ നോക്കി ചിരിച്ചു. സേതുവേട്ടൻ എന്ത് ചെറിയച്ച? അവൻ ദാ മുറിയിലുണ്ട്. അടഞ്ഞു കിടക്കുന്ന വാതിലിന് നേർക്ക് അങ്ങേര് കണ്ണുകൾ കൊണ്ട് ആംഗ്യം കാട്ടി. 2 പാളികളുള്ള പഴയ രീതിയിൽ പണിതിരിക്കുന്ന വാതിലാണ് ആ മുറിക്കുള്ളത്. മുന്നിൽ ഇരുമ്പിന്റെ ഒരു ഓടാമ്പലുമുണ്ട്. അവൻ ആ വാതിലിൽ തട്ടി. സേതുവേട്ട, റെഡിയായില്ലേ? നിങ്ങളുടെ കൂട്ടുകാരൻ അവിടെ കിടന്ന് കയറ് പൊട്ടിക്കുന്നുണ്ട് കേട്ടോ. 2ാമത്തെ തട്ടലിൽ വാതിൽ തുറന്ന് സേതുനാഥൻ പുറത്തേക്ക് ഇറങ്ങി. ആവശ്യത്തിന് ഉയരവും അതിനനുസരിച്ചുള്ള ശരീരവുമുള്ള സേതുനാഥൻ വാതിൽ നിറഞ്ഞു നിന്നു. വെളുപ്പിനോട് ചായ്വുള്ള ഇരുനിറം, ഒരു കാവി മുണ്ടും വെളുത്ത ഹാഫ് കൈ ഷർട്ടുമാണ് വേഷം. രോമങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന കൈത്തണ്ടയിൽ ഒരു രുദ്രാക്ഷത്തിന്റെ കൈച്ചെയിൻ കിടപ്പുണ്ട്. അതിൽ തൂങ്ങിയാടുന്നു വെള്ളിയുടെ ഒരു ഓം. അല്പം നീട്ടി വളർത്തിയിരിക്കുന്ന താടിയും കട്ടിമീശയും. ഒതുക്കമില്ലാത്ത നീളമുള്ള മുടിയിഴകൾ മുഖത്തേക്ക് വീണ് കിടപ്പുണ്ട്. മേൽഭാഗം തുറന്നു കിടക്കുന്ന ഷർട്ടിന്റെ ഇടയിൽ കൂടി തിളങ്ങുന്ന ഒരു വെള്ളിയുടെ മാല നെഞ്ചിൽ കിടക്കുന്നത് കാണാം. തോളിൽ തൂക്കിയിട്ടിരിക്കുന്ന ഇടക്കയിൽ വിരലുകളാൽ താളമിട്ടുകൊണ്ട് സേതുനാഥ് പ്രജിത്തിനെ നോക്കി. അയ്യേ, ഇതെന്ത് വേഷാ സേതുവേട്ടാ? അവനെ അടിമുടി നോക്കിയിട്ട് പ്രജിത്ത് മുഖം ചുളിച്ചു. എന്തേ, ഇതിനെന്താ കുഴപ്പം? ആ കൊള്ളാം, അങ്ങോട്ട് ചെല്ലി. അവള് അവിടെ തന്നെ ഇരിപ്പുണ്ട്. ഇന്ന് അമ്പലത്തിൽ പോകുമ്പോൾ ഇടണമെന്ന് പറഞ്ഞല്ലേ അവൾ നിങ്ങൾക്ക് വേണ്ടി ആ നീല ഷർട്ട് തയ്പ്പിച്ചത്? ഓ എടാ, അതിട്ട ഒടുക്കത്തെ ചൂടാ. പിന്നെ ഇടയ്ക്ക് വായിക്കുമ്പോ എന്തായാലും ഷർട്ട് ഇടാൻ ഒക്കത്തില്ലല്ലോ. ചെല്ലി ചെല്ലി, അങ്ങോട്ട് എന്ന് പറഞ്ഞാ മതി. പറഞ്ഞു നിർത്തുമ്പോഴേക്കും വൃശ്ചിക കയറി വന്നു. വന്ന പാടെ അവൾ സേതുനാഥിനെ അടിമുടി ഒന്ന് നോക്കി. അവന്റെ വേഷം കണ്ടതും അവളുടെ കണ്ണുകൾ ചുരുങ്ങി. ഇതെന്തോന്നാ ഏട്ടാ, ആ നീല ഷർട്ട് ഇട്ടില്ലേ? ഏടി, അതിട്ടട്ടെ, ഭയങ്കര ചൂടാണെന്ന്. പ്രജിത്ത് അനിയത്തിക്കൊപ്പം കൂടി സേതുവിനെ ചൊറിഞ്ഞു. അവൾ എളിക്ക് കൈകൾ കുത്തി സേതുവിന്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കിയതോടെ രക്ഷയില്ലെന്ന് മനസ്സിലായ അവൻ കൂടുതലൊന്നും പറയാതെ തിരികെ മുറിക്കകത്തേക്ക് തന്നെ കയറി. വൃശ്ചികയുടെ മുഖം തെളിഞ്ഞു. സേതു വാതിലടച്ചതും വൃശ്ചിക ശങ്കരന്മാരുടെ അടുത്തേക്ക് ചെന്നു. ചെറിയ ഇങ്ങേരും രമേശ് ഏട്ടനും ഒരേ പ്രായമല്ലേ? ഇതിനൊരു കയറിടണ്ടേ? ഞാൻ പറയാഞ്ഞിട്ടാണോ മോളെ? അവൻ ഇതിലൊന്നും ഒരു താല്പര്യമില്ലാത്തത് പോലെയാ സംസാരം. അടക്കയായ മടിയിൽ വെക്കാം, അടക്കാമരം ആയാലോ എന്ന് പണ്ടുള്ള കാരണവന്മാരൊക്കെ ചോദിക്കാറുള്ളതേ ഇവനെയൊക്കെ കണ്ടിട്ടാവും. അവൾ ഇളയച്ചന്റെ തോളത്തുകൂടി കൈയിട്ട് ചേർത്തു പിടിച്ചു. ഇളയച്ചൻ ഇങ്ങനെ നിരാശപ്പെടില്ലെന്നേ, നമുക്ക് വഴിയുണ്ടാക്കാം. വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ട് അവർ അങ്ങോട്ട് തിരിഞ്ഞു. സിൽക്കിന്റെ കടുനീല ഷർട്ടും കസവ് മുണ്ടും ധരിച്ച സേതു അവളെ നോക്കി പുരികങ്ങൾ ഉയർത്തിയും താഴ്ത്തിയും കാട്ടി. കലക്കി! ഇത്രയും നല്ല വേഷം ഉണ്ടായിട്ടാ അങ്ങേരുടെ ഒരു കാവി മുണ്ടും ഉണക്ക വെള്ള ഷർട്ടും. ഫോട്ടോയിലൊക്കെ എന്റെ ഏട്ടന്മാരിങ്ങനെ തിളങ്ങി നിൽക്കുന്നതേ എനിക്ക് 4 പേരെ കാണിക്കാനുള്ളതാ.
അവളുടെ വീമ്പ് പറച്ചിൽ കേട്ട് സേതു ചിരിച്ചുകൊണ്ട് വാതിൽ പൂട്ടി. അതെ സേതുവേട്ടാ, പലപ്പോഴും ചോദിക്കണമെന്ന് കരുതിയതാ, എന്തിനാ ഈ വാതിലിങ്ങനെ താഴിട്ട് പൂട്ടുന്നേ? വൃശ്ചികയുടെ ചോദ്യം കേട്ട് സേതു അവളെ നോക്കി കണ്ണിറുകെ ചിരിച്ചു. ചുമ്മാ. പുറത്തേക്ക് ഇറങ്ങിയ അവർക്കു പിന്നാലെ കൈ പുറകിൽ കെട്ടി നടക്കുന്നതിനിടയിൽ അടഞ്ഞു കിടക്കുന്ന ആ വാതിലിലേക്ക് നോക്കി അവൾ മെല്ലെ പറഞ്ഞു, കണ്ടുപിടിച്ചോളാം. ഭാര്യയിടത്തെ ഗേറ്റിന് മുന്നിലെത്തിയപ്പോ റോസിന്റെ കൈനറ്റിക് ഹോണ്ടയുടെ വേഗത കുറഞ്ഞു. റോസും യാമിയും ഒരുമിച്ചാണ് പന്തലിനകത്തേക്ക് എത്തി നോക്കിയത്. നിരന്നിരുന്ന് ചായ കുടിക്കുന്നവരുടെ കൂട്ടത്തിൽ കടും നീല ഷർട്ടുമിട്ട് കാണാൻ ആഗ്രഹിച്ച ആളിരിക്കുന്നത് കണ്ട് യാമിയുടെ മുഖം വിടർന്നു. അമ്പലത്തിൽ തൊഴാൻ പോകുമ്പോ അധികം ആരും ഉണ്ടാവില്ല. കൂട്ടത്തിൽ നിൽക്കുമ്പോ അങ്ങേരുടെ അടുത്ത് പിടിച്ചു നിർത്തി ഫോട്ടോ എടുപ്പിക്കാം എന്നൊരു ഓഫറുണ്ട് വൃശ്ചികയുടെ വക. പകരം ടൗണിൽ പുതിയതായി തുടങ്ങിയിട്ടുള്ള ഐസ്ക്രീം പാർലറിൽ നിന്നും അവിടുത്തെ സ്പെഷ്യൽ സൺഡ്യൂ ഐസ്ക്രീം 2 സെറ്റാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങേരുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാൻ പറ്റിയാൽ ഐസ്ക്രീം അല്ല, വേണ്ടി വന്നാൽ ഐസ്ക്രീം കട തന്നെ വാങ്ങിക്കൊടുക്കും എന്ന മട്ടില യാമിയുടെ നിൽപ്പ്. ചെറുക്കൻ അത്രയ്ക്ക് അങ്ങോട്ട് പെണ്ണിന്റെ മനസ്സിലേക്ക് ഇടിച്ചു കയറി ഇരിപ്പാണേ. റോസിന്റെ കണ്ണുകൾ ആ സമയം പ്രജിത്തിനെ അന്വേഷിക്കുകയായിരുന്നു. മുൻവശത്തിരിക്കുന്നവരുടെ കൂട്ടത്തിൽ അവനെ കാണാതെ വന്നതോടെ നിരാശയോടെ അവൾ ആക്സിലേറ്റർ തിരിച്ചു. വണ്ടി ഗേറ്റ് കടന്നപ്പോഴാ പിന്നിൽ നിന്നും വൃശ്ചിക വിളിക്കുന്നത് കേട്ടത്. റോസിന്റെ കാല് ബ്രേക്കിൽ അമർന്നു. ഇടതുവശത്തേക്ക് കാല് കുത്തി ബാലൻസ് ചെയ്തിട്ട് അവൾ തിരിഞ്ഞു നോക്കി. ഗേറ്റിനടുത്തു നിന്നും വൃശ്ചിക തിടുക്കപ്പെട്ട് വരുന്നുണ്ട്. അടുത്തെത്തിയതും വണ്ടിയുടെ ഹാൻഡിലിൽ പിടിച്ചിട്ട് അവൾ വേഗത്തിൽ നടന്നതിന്റെ നേരിയ കീതപ്പോടെ റോസിനെ നോക്കി. എന്റെ റോസേ, ഇതെന്ത് വേഷാ? നിന്നോട് സാരി എടുക്കണമെന്ന് ഞാൻ പറഞ്ഞതല്ലേ? കേക്കടി, ഇപ്പൊ എന്തായി? ഞാൻ മലയാളത്തിലല്ലേ നിന്നോട് പറഞ്ഞേ? പിന്നിലിരുന്ന് യാമിയും കുറ്റപ്പെടുത്തി. എടി പിള്ളേരെ, ഞാനിപ്പോ സാരി ഉടുത്തിട്ട് എന്നാ ചെയ്യാനാ? അമ്പലത്തിനകത്തേക്ക് കയറാൻ പറ്റുമോ? ദാ ഇവളെ കൊണ്ടുവന്ന് അമ്പലത്തിലാക്കിയിട്ട് എനിക്ക് ഇച്ചിരി പണി കൂടിയുണ്ട്. അത് കഴിഞ്ഞ് പെണ്ണ് കൊണ്ടുവരാൻ പോകുമ്പോഴേക്കും ഞാൻ സാരിയെ കൊടുത്തങ്ങ് വന്നോളാം. അവൾ വൃശ്ചികയെ തണുപ്പിക്കാൻ നോക്കി. എടി പോത്തെ, അമ്പലത്തിനകത്ത് മാത്രമല്ല, പുറത്ത് ആൾക്കാരുടെ മുന്നിൽ വെച്ച് കുറച്ച് ഫോട്ടോസ് കൂടി എടുക്കാൻ നേട്ടനെ കൊണ്ട് സമ്മതിപ്പിച്ചേച്ചുവാ ഞാൻ നിൽക്കുന്നേ. നീയൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ കുടുംബത്തിലേക്ക് കയറി വരാനുള്ളതല്ലേ? ഒരു ഗ്രൂപ്പ് ഫോട്ടോ ഇപ്പോഴേ ഇരിക്കട്ടെ എന്ന് ഓർത്തതാ, നശിപ്പിച്ചല്ലോടി. തലയിൽ കൈവച്ച് സങ്കടപ്പെട്ടു നിൽക്കുന്നവരുടെ കവളിൽ വിരലുകൊണ്ടൊന്ന് കിള്ളി വലിച്ചു റോസ്മേരി. ഓട്ടിയിടി ചക്കര്, ഫോട്ടോ എടുക്കാൻ ഇനി സമയമുണ്ടല്ലോ. ഞാൻ പോയിട്ട് പെട്ടെന്ന് തന്നെ വരൂല്ലേടി. ദേ വൃഷ്ടി, ഇവളില്ലെന്നും പറഞ്ഞ് നമ്മൾ പറഞ്ഞ ഫോട്ടോ എടുക്കാതിരിക്കരുത് കേട്ടോ. സൺഡ്യൂ ഐസ്ക്രീം വേണേ 3 എണ്ണം വാങ്ങിത്തരാം. ഓ മറന്നിട്ടില്ലടി നാത്തൂനെ. അതെ, നിങ്ങൾ നേരിട്ട് അമ്പലത്തിലേക്ക് പോവാണോ? ചായ കുടിക്കുന്നില്ലേ? ഓ വേണ്ട മോളെ, ചായ കുടിച്ചേച്ച ഇറങ്ങി. നിങ്ങൾ ഇറങ്ങാറായില്ലേ? ദേ ഇറങ്ങുവാ. സേതുവേട്ടൻ ബൈക്കിന് പുറകെ വന്നേക്കാന്നാ പറഞ്ഞേ. എന്നാ പിന്നെ എവിടെ നിന്നും താളിച്ചത് മതിയാക്കി നീ അങ്ങോട്ട് ചെല്ലി. ഞങ്ങൾ പതുക്കെ എത്തുമ്പോഴേക്കും നിങ്ങൾ എത്തിക്കൊണ്ടാ മതി. റോസ്മേരി ആക്സിലേറ്റർ റേസ് ചെയ്തു. പിന്നോട്ടു മാറിയ വൃശ്ചികയെ നോക്കി കൈ വീശിയിട്ട് അവൾ സ്കൂട്ടർ മുന്നോട്ടെടുത്തു. വാരിയെടുത്തുകാരുടെ പറമ്പ് കഴിഞ്ഞ് കുറച്ചുകൂടി മുന്നോട്ടു പോയാൽ റോഡിന് ഇരുവശത്തും കുറെ ദൂരത്തേക്ക് നെൽപ്പാടങ്ങൾ മാത്രമാണ്. പാടങ്ങൾ കൂടുതലും പണിക്കശ്ശേരിക്കാരുടേതാണ്. കൂട്ടത്തിൽ വാരിയെടുത്തുകാരുടെയുമുണ്ട്. കിഴക്കേ കരയിൽ തന്നെയുള്ള വലിയൊരു നായർ തറവാടാണ് പണിക്കശ്ശേരി. അവിടെ ഇപ്പോൾ താമസിക്കുന്ന നാരായണൻ നായർ റിട്ടയർഡ് ഡിവൈഎസ്പി ആണ്. ആളുടെ ഭാര്യ ദേവിക ഒരു വീട്ടമ്മയും. അവരുടെ മൂത്ത മകൻ റിജു നാരായണനാണെങ്കിൽ ടൗണിൽ എസ്ഐയും. ആളുടെ ഭാര്യയുടെ പേര് മൈഥിലി. പിന്നെയുള്ളത് ഒരു മകളാണ്, പേര് ശ്രീമോൾ. പുള്ളിക്കാരി രമേശൻ വിവാഹം കഴിക്കാൻ പോകുന്ന ദേവിയുടെ ഉറ്റ കൂട്ടുകാരിയാണ്. അത് മാത്രമല്ല, രമേശന്റെ കൂട്ടുകാരൻ പ്രദീപും ഈ ശ്രീമോളും തമ്മിൽ അടുപ്പത്തിലുമാണ്. രമേശനും ദേവിക്കും കൂട്ടുപോയി കൂട്ടായതാ രണ്ടും കൂടി. പ്രദീപിന്റെ വീട്ടുകാർ സാമ്പത്തികമായി ഉയർന്നവരും പ്രദീപിന് KCBയിൽ ഓവർസിയർ ജോലിയുണ്ടെങ്കിലും ഈഴവ സമുദായത്തിൽപ്പെട്ട തനിക്ക് പണിക്കശ്ശേരിയിലുള്ളവര് മകളെ കെട്ടിച്ചു തരില്ലെന്ന് പ്രദീപിന് നന്നായിട്ടറിയാം. വീട്ടുകാരുടെ സമ്മതത്തോടെ വിവാഹം നടക്കില്ലെന്ന് ശ്രീമോൾക്കും ബോധ്യമുണ്ട്. എങ്കിലും എവിടെയെങ്കിലും വെച്ച് വഞ്ചി കരക്കടിപ്പിക്കാമെന്നുള്ള വിശ്വാസത്തോടെ മുന്നോട്ടു പോകുന്നു അവരും. പാടത്തിന് നടുവിൽ കൂടിയുള്ള റോഡ് കഴിഞ്ഞ വർഷം ടാർ ചെയ്തതേയുള്ളൂ. അതിനു മുന്നേ അതൊരു ചെമ്മൺ പാതയായിരുന്നു.
കിഴക്കേ കരക്കാരും പടിഞ്ഞാറേ കരക്കാരും ഒരുമിച്ച് നിന്ന് MLA ശിവപ്രസാദിന്റെ പുറകെ നടന്ന് നേടിയെടുത്തതാ ആ റോഡിന്റെ ടാറിംഗ്. ചെറുവാണിയൂർ ഗ്രാമത്തിന് പൊതുവെ ആവശ്യമുള്ള കാര്യങ്ങൾ വരുമ്പോൾ രണ്ട് കരക്കാരും ഒറ്റക്കെട്ടാകും. അല്ലാത്തപ്പോഴൊക്കെ മത്സരമാണ്. പ്രത്യേകിച്ചും രണ്ട് കരയുടെയും ഏകദേശം മധ്യഭാഗത്തായുള്ള ലക്ഷ്മി നാരായണ ക്ഷേത്രത്തിലെ ഉത്സവത്തിന് പൂരത്തിന്റെ മേളക്കൊഴുപ്പും അലങ്കാരങ്ങളും വെടിക്കെട്ടും വരെ ഇരു കരക്കാരും തമ്മിലുള്ള മത്സരമായിരിക്കും. പടിഞ്ഞാറേ കരയിലുള്ള കൃഷ്ണൻകുട്ടിമാരാരുടെയും ശങ്കരൻകുട്ടിമാരാരുടെയും നേതൃത്വത്തിലുള്ള ചെണ്ടമേളവും കിഴക്കേ കരയിൽ നിന്നും വാസുദേവന്മാരാരുടെ നേതൃത്വത്തിലുള്ള ചെണ്ടമേളവും അമ്പലപ്പറമ്പിൽ വെച്ചൊരു ഏറ്റുമുട്ടലുണ്ട്. ചെണ്ടമേള കമ്പക്കാരുടെ ആർത്തലച്ചുള്ള ആർപ്പുവിളികൾക്കിടയിൽ പൊട്ടിക്കയറുന്ന പഞ്ചാരി ഒന്നാം കാലവും രണ്ടാം കാലവും പിന്നിട്ട് മൂന്നും നാലും കാലം കഴിഞ്ഞ് അഞ്ചാം കാലത്തിലേക്ക് എത്തുമ്പോൾ ഒന്നായി ചേരുന്ന ഇരു വിഭാഗങ്ങളുടെയും ഒരുമിച്ചുള്ള മേളക്കൊഴുപ്പിൽ ചെറുവാണിയൂർ ഗ്രാമം മുഴുവൻ ജാതി മത വ്യത്യാസമില്ലാതെ ആ അമ്പലപ്പറമ്പിൽ ആനന്ദത്തിൽ ആടി ഉലയും. പാടം കഴിഞ്ഞ് കവല തുടങ്ങും മുന്നേ റോഡിന്റെ വലതുവശത്തായി ഒഴിഞ്ഞുകിടക്കുന്ന പ്രദേശത്തെത്തിയപ്പോ ഒരു തെങ്ങിന്റെ ചുവട്ടിലിരുന്ന് ചീട്ട് കളിക്കുന്നവരെ കണ്ട് റോസ് വീണ്ടും വണ്ടി സ്ലോ ചെയ്തു. മേക്കാട്ട് പണിക്കാരൻ ആൻഡോ ചേട്ടൻ കാതിലൊരു വെള്ളക്കയുടെ കടുക്കനൊക്കെ ഇട്ട് ചീട്ടും പിടിച്ചിരിപ്പുണ്ട്. കൂടെ വേറെയും സ്ഥിരം കുറ്റികളുണ്ട്. ചെത്തുകാരൻ ഭാസ്കരൻ ചെത്തുന്നതിനുള്ള തേറും കള്ള് ശേഖരിക്കുന്നതിനുള്ള കുടുക്കയും ഒക്കെ അരയിൽ തൂക്കി കളിയും കണ്ട് തെങ്ങിൽ ചാരി നിൽപ്പുണ്ട്. ആൻഡ്രോ ചേട്ടോയ്. റോസ്മേരിയുടെ വിളി കേട്ട് ആൻഡോയോടൊപ്പം തല കുമ്പിട്ടിരുന്നവന്മാർ മൊത്തം തല ഉയർത്തി നോക്കി. പെൺപിള്ളേരെ കണ്ടതും ആൻഡോ ഒഴികെ ബാക്കിയുള്ളവന്മാരുടെ ചുണ്ടിൽ ഒരു പാൽ പുഞ്ചിരി തെളിഞ്ഞു. ഇതാരി റോസമ്മയോ? കാലത്തെ എങ്ങോട്ടാ രണ്ടും കൂടെ? ചോദിച്ചപ്പോ തല ഇളക്കത്തിനനുസരിച്ച് ആൻഡോ ചേട്ടന്റെ കാതിൽ കിടന്നിരുന്ന വെള്ളക്ക കടുക്കൻ ഇളകി. എന്റെ ആൻഡ്രോ ചേട്ടാ, കല്യാണമായിട്ട് ഇന്നെങ്കിലും കളിക്കാതെ കല്യാണം കൂടാൻ പോയിക്കൂടെ? ഓ പോവുക. അതിന് മുന്നേ ഒരു 2 റൗണ്ട് അത്രേ ഉള്ളൂ. ഉവ്വ, നടക്കട്ടെ. റോസ്മേരി വണ്ടി മുന്നോട്ടെടുത്തു. ഒരുത്തനെയും വിടരുതടി. വഴിയിൽ കാണുന്ന മയിൽക്കുറ്റിയോട് വരെ സംസാരിച്ചോണം കേട്ടോ. എടി ആമിക്കൊച്ചേ, കർത്താവ് തമ്പുരാൻ നമുക്ക് നാക്ക് തന്നേക്കുന്നതേ ഈ കണ്ട നാട്ടുകാരോടൊക്കെ 2 വാക്ക് സംസാരിച്ച് ചിരിച്ച് രസിച്ച് സന്തോഷിക്കാൻ കൂടിയാ. അല്ലാതെ മിണ്ടാതിരുന്ന് ഉരുട്ടി വിഴുങ്ങുമ്പോ രുചി അറിയാൻ മാത്രമല്ല. ഓ. പുറകിലിരുന്ന യാമി സ്കൂട്ടറിന്റെ കണ്ണാടിയിൽ കൂടി തന്നെ നോക്കുന്നവളെ നോക്കി ചുണ്ടിന്റെ കോണുയർത്തി പുച്ഛിച്ചു. ഒരു തെങ്ങും പറമ്പ് പോലെ കിടക്കുന്ന ആ ഭാഗം പണ്ട് മണ്ടോത്ത് എന്ന നമ്പൂതിരി കുടുംബക്കാരുടേതായിരുന്നു. അന്ന് സമ്പന്നമായൊരു തറവാടായിരുന്നു അത്. ഇപ്പോഴാ പറമ്പിന്റെ ഒരു ഭാഗത്തായി മുഴുവനും പൊട്ടിപ്പൊളിഞ്ഞ് തകർന്നു വീഴാറായി നിൽക്കുന്ന പുറം ഭിത്തികളും മുൻവശത്തായി പൊളിഞ്ഞു കിടക്കുന്ന ഒരു വരാന്തയും മാത്രമായിട്ട് ഒരു കെട്ടിടം നിൽപ്പുണ്ട്. അകം മുഴുവൻ കമ്മ്യൂണിസ്റ്റ് പച്ച വളർന്നു നിൽക്കുന്ന ആ കെട്ടിടം മാത്രമാണ് ആ കുടുംബത്തിൻ്റെതായി ഇന്നാകെ അവശേഷിക്കുന്നത്. അതിന് മുന്നിലെത്തിയപ്പോ പ്രതീക്ഷിച്ചതുപോലെ കാശിയപ്പൂപ്പൻ ആ പൊട്ടിപ്പൊളിഞ്ഞ വരാന്തയിൽ കിടപ്പുണ്ട്. ആ പഴയ മണ്ടോത്ത് കുടുംബത്തിൽ ഇന്ന് അവശേഷിക്കുന്ന ഒരേ ഒരാളാണ് കാശിയപ്പൂപ്പൻ. അവിടുത്തെ തമ്പുരാട്ടിയുടെ 2 മക്കളിൽ 2ാമത്തെ ആളായിരുന്നു ഈ കാശിയപ്പൂപ്പൻ. കാശിനാഥനെന്നോ മറ്റോ ആയിരുന്നു പേര്. പുള്ളിയുടെ ജ്യേഷ്ഠത്തി വിവാഹം കഴിച്ചിരുന്ന തമ്പുരാൻ മരിച്ചതോടെ വിവാഹം കഴിച്ചയച്ച ഇല്ലത്തെ ആളുകളുടെ ഉപദ്രവം സഹിക്കാതെ വന്നപ്പോ ആ തമ്പുരാട്ടി അനിയൻ കാശിയെ വിവരമറിയിക്കുകയും ബാക്കിയുള്ളവരുടെ എതിർപ്പിനെ അവഗണിച്ച് പുള്ളി ജ്യേഷ്ഠത്തിയെ തിരികെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയും ചെയ്തു. പിന്നീട് അങ്ങോട്ട് ആള് ജ്യേഷ്ഠത്തിക്ക് വേണ്ടി മാത്രം ജീവിച്ചു. അതിനിടയ്ക്ക് അവരുടെ ഭർത്താവിന്റെ വീട്ടുകാരുമായി ഉണ്ടായ കേസിനും മറ്റുമായി സ്വത്തുക്കൾ ഓരോന്നായി നഷ്ടപ്പെട്ടു. അമ്മ തമ്പുരാട്ടി മരിച്ചതോടെ ജ്യേഷ്ഠത്തിയും അനിയനും മാത്രമായി അവിടെ. വർഷങ്ങൾ കഴിഞ്ഞതോടെ ആ ജ്യേഷ്ഠത്തിയും മരിച്ചു. കാശിയപ്പൂപ്പൻ ഇപ്പോഴും ആ പരിസരത്തും കവലയിലുള്ള കടകളുടെ തിണ്ണകളിലും മറ്റുമായി കഴിഞ്ഞുകൂടുന്നു. ഇതെല്ലാം അപ്പച്ചൻ പറഞ്ഞു കേട്ട അറിവാണ് റോസിന്. കുഞ്ഞായിരുന്നപ്പോൾ അങ്ങേരെ കാണുന്നത് പേടിയായിരുന്നെങ്കിലും വളർന്നപ്പോൾ ആൾ അവളുടെ കാശിയപ്പൂപ്പനായി. അധികം ആരോടും സംസാരമൊന്നുമില്ലാത്ത കാശിയപ്പൂപ്പന്റെ ചുണ്ടിൽ റോസ്മേരിയെ കാണുമ്പോൾ ഒരു ചിരി വിരിയും. ബേക്കറിയിലേക്ക് കൊടുക്കാൻ കൊണ്ടുപോകുന്ന പലഹാരങ്ങളിൽ നിന്നും ഒരു പൊതി എപ്പോഴും കാശിയപ്പൂപ്പനുള്ളതാ. ഉച്ചക്കത്തെ ഭക്ഷണപ്പൊതിയും റോസ്മേരിയുടെ വക തന്നെ. രാത്രി മിക്കപ്പോഴും കവലയിൽ ചായക്കട നടത്തുന്ന കേശവൻ ചേട്ടന്റെ വകയായിരിക്കും ഭക്ഷണം. അങ്ങേരുടെ കടയിൽ ആവശ്യമുള്ള സഹായങ്ങളും കാശിയപ്പൂപ്പൻ ചെയ്തു കൊടുക്കാറുണ്ട്. അതുകൂടാതെ ആരെങ്കിലും ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും പണിക്ക് വിളിച്ചാൽ ആള് പോകും. പകരം പലപ്പോഴും ഭക്ഷണമാവും കൂലി. ചിലരൊക്കെ കാശും കൊടുക്കും. ചിലപ്പോ പഴയ വസ്ത്രങ്ങളാവും കൊടുക്കുക.
ഇപ്പോ സേതുനാഥൻ വന്നതിൽ പിന്നെ അങ്ങേരോടൊപ്പമാണ് ആളെന്ന് കരക്കാർ പറഞ്ഞു കേൾക്കാറുണ്ട്. സ്കൂട്ടറിന്റെ ശബ്ദം കേട്ടതും കാശിയപ്പൂപ്പൻ ചിരിച്ചുകൊണ്ട് ആ തിണ്ണയിൽ എഴുന്നേറ്റിരുന്നു. റോസക്കുട്ടി ഇന്ന് നേരത്തെ ആണല്ലോ. ഇന്ന് വാര്യയിടത്തെ കല്യാണമല്ലേ കാശിയപ്പൂപ്പ? അപ്പൂപ്പൻ പോണില്ലേ? കൈനറ്റിക് ഹോണ്ടയുടെ മുൻവശത്ത് പിടിപ്പിച്ചിരുന്ന പെട്ടിയിൽ നിന്നും ഉഴുന്നുവടയുടെ ഒരു പാക്കറ്റ് എടുത്ത് നീട്ടിക്കൊണ്ട് അവൾ ചോദിച്ചു. ഉഴുന്നുവട അപ്പൂപ്പന് വലിയ ഇഷ്ടമാണ്. പിന്നെ പോകണം കുട്ടിയെ. കൈ നീട്ടി ആ പൊതി വാങ്ങുന്നതിനിടയിൽ കാശിയപ്പൂപ്പൻ ചിരിയോടെ പറഞ്ഞു. എന്നാലേ അപ്പൂപ്പൻ ഇതും കഴിച്ചിരിക്കൂ. ഞങ്ങള് തേവരുടെ അമ്പലം വരെ ഒന്ന് പോയിട്ട് വരാൻ കേട്ടോ. അവൾ പറഞ്ഞത് കേട്ട് അയാൾ തല കുലുക്കി. ആ പൊളിഞ്ഞു വീഴാറായ ഭിത്തിയിൽ അപ്പോഴും തൂങ്ങിക്കിടക്കുന്ന സുന്ദരിയായ ഒരു സ്ത്രീയുടെ പഴകി ദ്രവിച്ച ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോയിലായിരുന്നു യാമിയുടെ കണ്ണുകൾ. ഡിയ ഫോട്ടോയിലുള്ളതല്ലേ ഇങ്ങരുടെ ചേച്ചി? സ്കൂട്ടർ മുന്നോട്ട് നീങ്ങിയതും യാമി ചോദിച്ചു. ഒരു നെടുവീർപ്പോടെ റോസ്മേരി തല കുലുക്കി. സ്കൂട്ടർ കവല ലക്ഷ്യമാക്കി നീങ്ങുമ്പോൾ വേദനിപ്പിക്കുന്നൊരു നിശബ്ദത അവർക്കിടയിലിരുന്നു വിങ്ങി. തുടരും. താളം അടുത്ത ഭാഗം ഉടൻ പ്രതീക്ഷിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കഥയ്ക്ക് അഭിപ്രായങ്ങൾ പറയുന്നതിനൊപ്പം കഥയുടെ ലിങ്ക് പരിചയക്കാർക്കൊക്കെ ഷെയർ ചെയ്ത് നൽകാൻ മറക്കരുതേ. താങ്ക്